ബയോ കൺട്രോൾ ഏജൻസുകൾക്ക് എക്സാമ്പിളാണ് ഇനി പറയുന്നത്. ബീറ്റിൽ വിത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് മാർക്കിങ്സ്. റെഡും ബ്ലാക്കും മാർക്കിങ്ങുകളുള്ള ബീറ്റിൽ, അതാണ് ലേഡി ബേർഡ്. സോ റെഡും ബ്ലാക്കും മാർക്കിങ്സ് ഉള്ള ബീറ്റിലായ അതിൻ്റെ പേര് ലേഡി ബേർഡ്. ലേഡി ബേർഡിനെ യൂസ് ചെയ്യുന്നത് ടു ഗെറ്റ് റിഡ് ഓഫ് എഫിഡ്സ്. എഫിഡ്സിനെ ഗെറ്റ് റിഡ് ഓഫ്, അതിനെ റിമൂവ് ചെയ്യാനായിട്ട്, നശിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് എഫിഡ്സിനെ കൺസ്യൂം ചെയ്യുന്നതാണ് ലേഡി ബേർഡ്. ലേഡി ബേർഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് റെഡ് മാർക്കിങ്സ് ഉള്ള ബീറ്റിൽസാണ്. അതുപോലെ ഡ്രാഗൺ ഫ്ലൈസ്. ഡ്രാഗൺ ഫ്ലൈസിനെ യൂസ് ചെയ്യുന്നത് ടു ഗെറ്റ് റിഡ് ഓഫ് മോസ്കിറ്റോസ്. സോ മോസ്കിറ്റോസിനെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ളതാണ് ഡ്രാഗൺ ഫ്ലൈസ്. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഈ പ്രിഡേറ്റേഴ്സാണ്, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻസുകളാണ്. എന്തൊക്കെയാണ്? ലേഡി ബേർഡ് എഫിഡ്സിനെ റിമൂവ് ചെയ്യാനായിട്ട്, ഡ്രാഗൺ ഫ്ലൈ മോസ്കിറ്റോസിനെ കളയാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻറ്റുകളാണ്. ഇനി വേറൊരു മൈക്രോബിയൽ ആയിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയ. സോ ബാക്ടീരിയ മൈക്രോബിയൽ ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ബാസില്ലസ് തുരിഞ്ചനസിസ്. ബാസില്ലസ് തുരിഞ്ചനസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഒരു ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് അല്ലെങ്കിൽ മൈക്രോബിയൽ ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നു. ബാസില്ലസ് തുരിഞ്ചനസിസ് അഥവാ BT എന്ന് പറയും. ബാസില്ലസ് തുരിഞ്ചനസിസ് അഥവാ BT. ഈ ബാസില്ലസ് തുരിഞ്ചനസിസ് അഥവാ BT ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതിനെയാണെന്നറിയോ? ബട്ടർഫ്ലൈ കാറ്റർപില്ലർ. സോ ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോബിയൽ ആയിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻറ്റ് ആണ് ബാസില്ലസ് തുരിഞ്ചനസിസ് അഥവാ BT. ഈ ബാസില്ലസ് തുരിഞ്ചനസിസ് അഥവാ BT എന്ന് പറഞ്ഞ ഈ ബാക്ടീരിയത്തിൽ നിന്ന് ഒരു ജീനെ, ടോക്സിക് ആയിട്ടുള്ള ജീനെ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ബാസില്ലസ് തുരിഞ്ചനസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയം നാച്ചുറലി ഈ ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഈ ബാസില്ലസ് തുരിഞ്ചനസിസ് എന്ന് പറഞ്ഞ BT നമുക്ക് അവൈലബിൾ ആയത് സാഷെ ഫോമിലാണ്, ഒരു ഡ്രൈഡ് സ്പോറായിട്ടാണ് അവൈലബിൾ ഇൻ സാഷെ, പാക്കറ്റ് കുഞ്ഞ് സാഷയിൽ ആസ് ഡ്രൈഡ് സ്പോറായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഡ്രൈഡ് സ്പോർ സാഷയിൽ കിട്ടുമ്പോൾ അതിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നു. സോ ഡ്രൈഡ് സ്പോറ് മിക്സ്ഡ് വിത്ത് വാട്ടർ, എന്നിട്ട് അതിനെ സ്പ്രേ ചെയ്യണം. ഏത് പ്ലാന്റ്സ് ആണ് വൾണറബിൾ ആയിട്ടുള്ളത്, ഈ പറഞ്ഞ ബട്ടർഫ്ലൈ കാറ്റർപില്ലർ അറ്റാക്ക് ചെയ്തിട്ട് വൾണറബിൾ ആയിട്ടുള്ള ഏത് പ്ലാന്റ് ആണുള്ളത് അതിലേക്ക് ഈ സേഷയിലുള്ള ഡ്രൈഡ് സ്പോർ, ഈ ബാസില്ലസ് തുരിഞ്ചനസിൻ്റെ ഡ്രൈഡ് സ്പോറിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഈ വൾണറബിൾ പ്ലാന്റ്സിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. എക്സാമ്പിൾ നമ്മൾ ബ്രാസിക്ക അല്ലെങ്കിൽ ഫ്രൂട്ട് ട്രീസിലേക്കൊക്കെ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ആ പ്ലാന്റുകളിൽ, ഈ ബ്രാസിക്ക ഫ്രൂട്ട് ട്രീസ് പോലത്തെ പ്ലാന്റുകളിൽ ഈ ബാസില്ലസ് തുരിഞ്ചനസിൻ്റെ ഡ്രൈഡ് സ്പോറും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ വരുന്ന ബട്ടർഫ്ലൈ കാറ്റർപില്ലറിൻ്റെ ലാർവ ഈ സ്പോറുകളെ കഴിക്കാനിട ഈറ്റൺ ബൈ ദിസ് ഇൻസെക്റ്റ് ലാർവ. ഈ ബട്ടർഫ്ലൈ കാറ്റർപില്ലർ എന്ന് പറഞ്ഞ ഇൻസെക്റ്റിൻ്റെ ലാർവ ഈ ഡ്രൈഡ് സ്പോറും വാട്ടറും കൂടി മിക്സ് ചെയ്ത് അതിനെ ഫീഡ് ചെയ്യണം. സോ ദീസ് ആർ ഈറ്റൺ ബൈ ഈ പറഞ്ഞ BTയുടെ സ്പോറുകൾ, ബാസില്ലസ് തുരിഞ്ചനസിൻ്റെ സ്പോറുകളെ വാട്ടറായിട്ട് മിക്സ് ചെയ്ത് ഈ പ്ലാന്റിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്ലാന്റിലുള്ള ഈ ബട്ടർഫ്ലൈ കാറ്റർപില്ലറിൻ്റെ ഇൻസെക്റ്റ് ലാർവ ഇതിനെ കൺസ്യൂം ചെയ്യുന്നു, ഇതിനെ ഉപയോഗിക്കുന്നു. ദീസ് ആർ ഈറ്റൺ ബൈ ഇൻസെക്റ്റ് ലാർവ. ഈ സ്പോറും അലോങ് വിത്ത് വാട്ടറുള്ള അതിനെ ഈറ്റൺ ബൈ ഇൻസെക്റ്റ് ലാർവ. അത് കഴിഞ്ഞ് ഈ ലാർവയുടെ ഗട്ടിലെത്തുമ്പോൾ ഇൻ ദ ഗട്ട് ഓഫ് ദിസ് ലാർവ ഈ ടോക്സിനാണ്, ഈ ബാസില്ലസ് തുരിഞ്ചനസ് എന്ന് പറഞ്ഞ ടോക്സിനാണ് ഈ ബാക്ടീരിയത്തിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത്. സോ ഈ ടോക്സിൻ എന്ത് ചെയ്യുന്നു? ഈ ലാർവയുടെ ഗട്ടിൽ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ലാർവ കൊല്ലപ്പെടുന്നു. സോ ലാർവ അതിന് ശേഷം ചത്തുപോവാണ് ചെയ്യുന്നത്. സോ ഗട്ടിലെത്തിക്കഴിഞ്ഞാൽ, ലാർവയുടെ ഗട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ മരുന്ന്, അല്ലെങ്കിൽ ഈ മരുന്നല്ല, ഈ ടോക്സിൻ എന്ത് ചെയ്യുന്നു? റിലീസ്ഡ് ആവുന്നു. അങ്ങനെ ലാർവ ഇല്ലാണ്ടാവുന്നു, ലാർവ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഗെറ്റ് കിൽഡ്. അതിനൊരു എക്സാമ്പിളാണ്. നമുക്ക് ഈ ബാക്ടീരിയൽ ഡിസീസ് മാത്രമേ കില്ല് ചെയ്യുന്നുള്ളൂ. BT ടോക്സിൻ വഴി ബാക്ടീരിയൽ ഡിസീസുകളെയാണ് കില്ല് ചെയ്യുന്നത്. ബാക്ടീരിയൽ ഡിസീസ് ഉണ്ടാക്കി കിൽ ദ കാറ്റർപില്ലർ. ബട്ട് മറ്റ് ഇൻസെക്റ്റുകളെ ഇത്
അൺഹാം ചെയ്യുകയാണ്. മറ്റ് ഇൻസെക്റ്റുകൾക്ക് ഇതൊരു അപകടവും വരുത്തുന്നതില്ല. സോ നമ്മുടെ മൈക്രോബിയലായിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻറ്റ് വരുന്നത് ബാസിലസ് തുരിഞ്ചനസിസ് അഥവാ BT. സോ മൈക്രോബിയലായിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻറ്റിന് എക്സാമ്പിളാണ് ബാസിലസ് തുരിഞ്ചനസിസ് അഥവാ BT. സോ ബാക്ടീരിയയാണ് ബാസിലസ് തുരിഞ്ചനസിസ് അഥവാ BT. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് കൺട്രോൾ ചെയ്യണത് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യണത് ആരെയാണ്? ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെയാണ്. സോ ബാസിലസ് തുരിഞ്ചനസിസ് അഥവാ BT എന്ന് പറഞ്ഞ ബാക്ടീരിയ റിമൂവ് ചെയ്യണത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണത് ഏതിനെയാണ്? ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെയാണ്. എക്സാമ്പിൾ അതിൻ്റെ BT കോട്ടൺ. സോ ഈ ബാസിലസ് തുരിഞ്ചനസിസിനെ നമുക്ക് കിട്ടുന്നത് ഒരു സേഷലാണ്. BTനെ ബാസിലസ് തുരിഞ്ചനസിസ് അഥവാ BTനെ നമുക്ക് അവൈലബിൾ ആകുന്നത് സേഷെ ഫോമിലാണ്. അതിൽ ഡ്രൈഡ് സ്പോറുകളാണ്. സേഷയിൽ കുറേ ഡ്രൈഡ് സ്പോറുകൾ ഉണ്ടായിരിക്കും. ഈ ഡ്രൈഡ് സ്പോറുകൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഏത് പ്ലാന്റ് ആണോ വൾണറബിൾ ആയിട്ടുള്ളത് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഡ്രൈഡ് സ്പോർ സേഷയിലുള്ള BT അവൈലബിൾ ഇൻ സേഷെ ആസ് ഡ്രൈഡ് സ്പോർ. സോ BTനെ നമുക്ക് കിട്ടുന്നത് സേഷയിലാണ്. ആ സേഷയിൽ ഈ ബാസിലസ് തുരിഞ്ചനസിസിൻ്റെ ഡ്രൈഡ് സ്പോറുകൾ ഉണ്ടായിരിക്കും. ആ ഡ്രൈഡ് സ്പോറിനെ വാട്ടറിൽ മിക്സ് ചെയ്ത് വൾണറബിളായിട്ട് ഇത് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഇങ്ങനത്തെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള പ്ലാന്റുകളെ എന്ത് ചെയ്യുന്നു? ഇൻസെക്റ്റ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. വൾണറബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിനെ സ്പ്രേ ചെയ്തു. ഫോർ എക്സാമ്പിൾ ബ്രാസിക്ക അല്ലെങ്കിൽ ഫ്രൂട്ട് ട്രീസ് ഇതുപോലത്തെ പ്ലാന്റുകൾക്ക് ഇത് സ്പ്രേ ചെയ്യുന്നു. ആ പ്ലാന്റുകളിൽ ഈ പറഞ്ഞ ബട്ടർഫ്ലൈ കാറ്റർപില്ലറിൻ്റെ ലാർവ, ഇൻസെക്റ്റ് ലാർവ ഈ അവൈലബിൾ ആയിട്ടുള്ള സ്പ്രേനെ കൺസ്യൂം ചെയ്യുന്നു. അതായത് നമ്മൾ ആ ഡ്രൈഡ് സ്പോറിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്ലാന്റിലുള്ള ഇൻസെക്റ്റ് ബട്ടർഫ്ലൈ കാറ്റർപില്ലറിൻ്റെ ഇൻസെക്റ്റ് ലാർവ ഇതിനെ കൺസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് വേർ ദീസ് ആർ ഈറ്റൺ ബൈ ഈ ഡ്രൈഡ് സ്പോർസ് ഈറ്റൺ ബൈ ഇൻസെക്റ്റ് ലാർവ. ബട്ട് ഡ്രൈഡ് സ്പോർ അല്ല, ഡ്രൈഡ് സ്പോർ മിക്സഡ് വിത്ത് വാട്ടർ എന്നിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. ആ ടോക്സിക് കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ബാസിലസ് തുരിഞ്ചനസിൻ്റെ അത് എന്ത് ചെയ്യുന്നു? ഇൻസെക്റ്റ് ലാർവ അതിനെ കഴിക്കുന്നു, ഭക്ഷിക്കുന്നു. ഇൻസെക്റ്റ് ലാർവ അതിനെ കഴിക്കുന്നു. എന്നിട്ട് ഈ ഇൻസെക്റ്റ് ലാർവയുടെ ഗട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ടോക്സിൻ ബാസിലസ് തുരിഞ്ചനസ് എന്ന് പറഞ്ഞ ടോക്സിൻ റിലീസ് ചെയ്ത് ആ ലാർവ കൊല്ലപ്പെടുന്നു, ലാർവ ഇല്ലാണ്ടാകുന്നു. സോ ഇൻ ദ ഗട്ട് ഓഫ് ദ ലാർവ ഈ ടോക്സിൻ റിലീസ് ചെയ്തിട്ട് ലാർവ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ബാസിലസ് തുരിഞ്ചനസിസ് എന്ന് പറഞ്ഞത് സ്പ്രേ ചെയ്യുമ്പോൾ അത് കിൽ ചെയ്യണത് ബാക്ടീരിയൽ ഡിസീസാണ് ഉണ്ടാകുന്നത്. ആ ബാക്ടീരിയൽ ഡിസീസ് കിൽ ചെയ്യുന്നത് ആരെയാണ്? കാറ്റർപില്ലറിനെയാണ്, ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെയാണ് കിൽ ചെയ്യുന്നത്. പക്ഷേ മറ്റ് ഇൻസെക്റ്റുകൾ ഈ പറഞ്ഞ ബ്രാസിക്ക അല്ലെങ്കിൽ ഫ്രൂട്ട് ട്രീ വൾണറബിൾ ആയിട്ടുള്ള അല്ലാത്ത അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള പ്ലാന്റുകളിൽ മറ്റ് ഇൻസെക്റ്റുകളും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മറ്റ് ഇൻസെക്റ്റുകളെ ഒന്നും തന്നെ ഇവ കൊല്ലുന്നില്ല. ആകെ കൊല്ലുന്നത് ഏതിനെയാണ്? ബട്ടർഫ്ലൈ കാറ്റർപില്ലറിൻ്റെ ഇതിനെ മാത്രമേ കൊല്ലുന്നുള്ളൂ. അതും ഏതാ? അതിൻ്റെ ലാർവൽ ഫോമിൽ തന്നെ അതിനെ കൊല്ലാം. ലാർവയിലെ ഗട്ടിൽ എത്തുമ്പോൾ ഈ ഇൻസെക്റ്റിൻ്റെ ഈ പറഞ്ഞ വിഷം ഈ BT ടോക്സിൻ എന്നിവനെ റിലീസ് ചെയ്തിട്ട് ആ ലാർവ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റ് ഇൻസെക്റ്റുകൾക്കൊന്നും ഈ BT ടോക്സിൻ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. സോ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണം ഈ ഒരു പുതുതായുള്ള അടുത്ത കാലഘട്ടത്തിലൊക്കെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് കാരണം സയൻറ്റിസ്റ്റിന് ഈ ബാസിലസ് തുരിഞ്ചനസിൻ്റെ ടോക്സിക് ജീനിനെ പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. BT ടോക്സിൻ ജീനിനെ പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പ്ലാന്റ്സിനെ റെസിസ്റ്റൻറ്റ് ടു ഈ പെർട്ടിക്കുലർ ഇൻസെക്റ്റ് പെസ്റ്റിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ പ്ലാന്റ്സിനെയാണ് നമ്മൾ BT പ്ലാന്റ്സ് പറയാം. സോ BT കോട്ടൺ അങ്ങനത്തെ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അതിന് എക്സാമ്പിളാണ് BT ഇൻട്രൊഡ്യൂസ് ബാസിലസ് തുരിഞ്ചനസിൻ്റെ ടോക്സിക് ആയിട്ടുള്ള ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോട്ടനാണ് BT കോട്ടൺ. ഈ BT കോട്ടൺ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇനി അടുത്തതാണ് ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് മൈക്രോബിയലിനെ ഫംഗസ്. സോ ആ ഫംഗസാണ് ട്രൈക്കോഡേർമ. സോ ട്രൈക്കോഡേർമ എന്ന് പറഞ്ഞ ഫംഗസ് വളരെ ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു ഫംഗയാണ്. കൂടുതലായിട്ട് നമുക്ക് കോമൺ ഇൻ റൂട്ട് ഇക്കോസിസ്റ്റം.
പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ ആണ് ഈ പറഞ്ഞ ട്രൈക്കോഡേർമ എന്ന് പറഞ്ഞ ഫംഗസിനെ കാണുന്നത്. സോ ട്രൈക്കോഡേർമ എന്ന് പറഞ്ഞ ഫംഗസ് ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു ഫംഗയാണ്, കോമൺ ഇൻ റൂട്ട് ഇക്കോസിസ്റ്റം. അതൊരു ഇഫക്റ്റീവ് ബയോ കൺട്രോൾ ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത് വളരെ വലിയൊരു നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു ബയോ കൺട്രോൾ ഏജൻ്റാണ്. എന്തിനു വേണ്ടി? ഫോർ പ്ലാന്റ് പാത്തജൻ. ഈ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് പാത്തജൻസിന് ഇഫക്റ്റീവായിട്ടുള്ള ഒരു ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് നമ്മുടെ ഫംഗസ്, ഏത് ട്രൈക്കോഡേർമ എന്ന് പറഞ്ഞ ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഫംഗൈ, ഈ റൂട്ട് ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന ഫംഗൈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബയോ കൺട്രോൾ ഏജൻറ്റ്, ഇഫക്റ്റീവായിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്തത് ഫോർ ഡിഫറെൻറ്റ് പ്ലാന്റ് പാത്തജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട്. പിന്നീടുള്ളതാണ് അടുത്ത കാറ്റഗറിയാണ് ബാക്യുലോ വൈറസ്. ബാക്യുലോ വൈറസും ഒരു ബയോ കൺട്രോൾ ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ബാക്യുലോ വൈറസ് എന്ന് പറഞ്ഞ വൈറസസ് ദാറ്റ് പാത്തജൻസ് ആണ്. ബാക്യുലോ വൈറസസ് എന്ന് പറഞ്ഞ ഒരു പാത്തജൻ ദാറ്റ് അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് അതർ ആർത്രോപോഡ്. ആർത്രോപോഡുകളെയും അതുപോലെ മറ്റ് ഇൻസെക്റ്റുകളെയും അറ്റാക്ക് ചെയ്യുന്ന പാത്തജൻസിനെയാണ് നമ്മൾ ബാക്യുലോ വൈറസ് എന്ന്. സോ ബാക്യുലോ വൈറസ് എന്ന് പറയുന്നത് പാത്തജൻസ് ആണ്. അവർ അറ്റാക്ക് ചെയ്യുന്നത് ഏതിനെയാണ്? ഇൻസെക്റ്റുകളെയും മറ്റ് ആർത്രോപോഡുകളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ ഈ മെജോറിറ്റി ബാക്യുലോ വൈറസുകളും വരുന്നത് ഒരു ജീനസിലാണ്. ആ ജീനസാണ് മെജോറിറ്റി ഓഫ് ദ ബാക്യുലോ വൈറസ് വരുന്ന ജീനസാണ് ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. ഏതാണ് ജീനസ്? ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. സോ മെജോറിറ്റി ഓഫ് ബാക്യുലോ വൈറസും അടങ്ങിയുള്ള അവർ ഉള്ള ആ ഒരു ജീനസ് ഏത് ജീനസിലുള്ളതാണ്? ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസിൽ എന്ന ജീനസിലുള്ളതാണ് മെജോറിറ്റി ഓഫ് ബാക്യുലോ വൈറസുകളും. ഈ വൈറസുകൾ എന്ന് പറഞ്ഞാൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഫോർ ബയോ കൺട്രോൾ ഏജൻറ്റ്. മിക്കവാറും ഒരു ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സുകളാണ് ബാക്യുലോ വൈറസ്. എങ്ങനത്തെയൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്യുലോ വൈറസുകൾ സ്പീഷീസ് സ്പെസിഫിക് ആണ്. ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് മാത്രം എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ ആപ്ലിക്കേഷനാണ് ബാക്യുലർ. വളരെ വൈഡ് സ്പെക്ട്രം അല്ല, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നാരോ സ്പെക്ട്രം ആയിട്ടുള്ള ഇൻസെക്റ്റുകളെ മാത്രം കില്ല് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സോ സ്പീഷീസ് സ്പെസിഫിക് ആണ്, നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ ആപ്ലിക്കേഷൻസ് ആണ് ബാക്യുലോ വൈറസിനുള്ളത്. വേറൊരു പ്രത്യേകത, ഇതിന് നോ നെഗറ്റീവ് ഇമ്പാക്റ്റ്. ഈ ബാക്യുലോ വൈറസിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഈ പറഞ്ഞ പ്ലാന്റ്സ്, മാമൽസ്, ബേർഡ്സ്, ഫിഷ്, ഈവൻ നോൺ ടാർജറ്റായുള്ള ഇൻസെക്റ്റുകളിൽ ഒന്നും തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഇത് ഉണ്ടാക്കില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് ഹൈലി സ്പീഷീസ് സ്പെസിഫിക് ആണ്. നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ ആപ്ലിക്കേഷൻ, നാരോ സ്പെക്ട്രത്തിലുള്ള ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യുന്നതാണ്. സോ അവർക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും പ്ലാന്റ്സിനോ മറ്റ് അനിമൽസിനോ മാമൽസിനോ ബേർഡ്സിനോ ഫിഷിനോ ഒരു നോൺ ടാർജറ്റായിട്ടുള്ള ഇൻസെക്റ്റുകളെയും ഇത് ഒരു അപകടവും വരുത്തില്ല. സോ ഒരു ടാർജറ്റായിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഇൻസെക്റ്റിനെ മാത്രമേ ഇത് കില്ല് ചെയ്യുകയുള്ളൂ, അത് നശിപ്പിക്കുകയുള്ളൂ. അവരെയാണ് ബാക്യുലോ വൈറസ്. സോ ഇതുപോലത്തെ ബയോ കൺട്രോൾ ഏജൻറ്റുകൾ നമുക്ക് വളരെയധികം ആവശ്യമാണ്. സോ ബാക്യുലോ വൈറസ് പോലത്തെ ബയോ കൺട്രോൾ ഏജൻറ്റ് നമുക്ക് വളരെ ഡിസൈറബിൾ ആണ്. എപ്പോഴാണ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇൻസെക്റ്റുകളുണ്ട് നമ്മുടെ ഈ ഭൂമുഖത്ത്, അതിനെ കൺസേർവ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബാക്യുലോ വൈറസ് പോലത്തെയുള്ള ബയോ കൺട്രോൾ ഏജൻറ്റുകൾ വളരെ അത്യാവശ്യമാണ്. സോ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്റ്റുകളെ ഇവിടെ ഇങ്ങനെ തന്നെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കൺസേർവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓവറോൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. സോ നമ്മൾ അങ്ങനെ കൺസേർവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് വിച്ച് ഹെൽപ്പ് ഇൻ IPM എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. സോ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്റ്റുകളെ നമ്മൾ കൺസേർവ് ചെയ്യുമ്പോൾ ദാറ്റ് ഹെൽപ്പ് ഇൻ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. അല്ലെങ്കിൽ ഇക്കോളജിക്കലി ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ബയോ കൺട്രോൾ ഏജൻറ്റുകളെയാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻറ്റ്, നാച്ചുറൽ പ്രേ പ്രിഡേറ്റർ മെക്കാനിസം നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ബയോഡൈവേഴ്സിറ്റി ഉണ്ടോ, എത്രത്തോളം ലാൻഡ്സ്കേപ്പ് ഉണ്ടോ, അത്രത്തോളം അത് സസ്റ്റെയിനബിൾ ആയിരിക്കും, അത്രയും ഹെൽത്തി എൻവയോൺമെൻ്റ് ആയിരിക്കും. സോ നമ്മൾ കെമിക്കൽസ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്, വീഡ്സൈഡ് ഇതിൽ നിന്നൊന്നും മാറി നാച്ചുറലായിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻറ്റുകളുടെ ഒരു
ഓർഗാനിക് ഫാമർ എങ്ങനെയാണോ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ നമ്മൾ ഈ പറഞ്ഞ മൈക്രോബ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു നല്ല ഒരു സസ്റ്റൈനബിൾ ആയുള്ള എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.